പറഞ്ഞോളൂ മാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. എൻ്റെ കയ്യിലെ ബുക്ക് ഇതാണ്, സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. അത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ ആ ബുക്കിലൂടെ നടന്നു പോകും, ബുക്കിന്റെ വരികളിലൂടെ നമ്മൾ അതിന്റെ അവസാനം എത്തുമ്പോൾ ആ സാധാരണക്കാരന്റെ മനഃശാസ്ത്രം എന്ന ആ ഒരു ഗ്രന്ഥത്തിന്റെ ആ പേരിന്റെ അർത്ഥം നമുക്ക് ശരിക്കും അത് വളരെയധികം അനുയോജ്യമാണെന്ന് മനസ്സിലാവും. ഗ്രന്ഥകർത്താവ് വേറെ ആരുമല്ല, നമുക്ക് ഏറെ സുപരിചിതനായ ഡോക്ടർ സാബു സാർ തന്നെയാണ്. സാറ് കോട്ടയത്താണ് സാറിന്റെ സ്വദേശം. സാറിന്റെ അച്ഛനും അമ്മയും ഒക്കെ അധ്യാപകരായിരുന്നു. സാറ് BSNൽ നിന്ന് സ്വയം വിരമിക്കൽ, എനിക്ക് 9 വർഷം മുമ്പേ സ്വയം വിരമിച്ചൊരു വ്യക്തിയാണ്. സാറ് എഞ്ചിനീയറായിട്ട്, പൊതുമേഖല സ്ഥാപനമായ എഞ്ചിനീയറായിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. സാറിന് ഒരുപാട് ഗവേഷണ ബിരുദങ്ങൾ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഗവേഷണ ബിരുദം, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, കമ്പ്യൂട്ടർ എന്നീ ശാഖകളിലെ എഞ്ചിനീയറിംഗ് ബിരുദം, വിവരസാങ്കേതിക വിദ്യ MTech, സൈക്കോളജി ബിരുദാനന്തര ബിരുദം, മാർക്കറ്റിംഗ് ബിരുദാനന്തര ബിരുദം, ഇങ്ങനെ ഒരുപാട് ബിരുദങ്ങൾ സാർ നേടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് സൈക്കോ തെറാപ്പികളും സാർ അതിലൂടെ കൃത്യമാക്കിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി സാറ് NLP, ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇനിയോഗ്രാം എന്നുള്ള CBT, REBT, ഇതിലെല്ലാം സാറ് സൈക്കോ തെറാപ്പിയിലെല്ലാം സാറിന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെയാണ് അതിനെ കൊണ്ടുപോകുന്നത്. സാർ വളരെ ഭംഗിയായിട്ട് തന്നെ സാർ അതിനെ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ സാധാരണക്കാരന്റെ മനഃശാസ്ത്രത്തിൽ നമ്മളെല്ലാം സാഹചര്യങ്ങളുടെ ചുഴിയിൽ പെടുന്നവരാണ്. എപ്പോഴും സാഹചര്യങ്ങളുടെ ചുഴിയിൽ പെട്ട് നമ്മൾ ഒഴുകുന്നവരാണ്. അപ്പൊ സാഹചര്യങ്ങളുടെ ചുഴിയിൽ പെടാതെ ഈ നിമിഷത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ ഉയർത്താൻ കഴിയുന്ന, ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി വിശകലനം ചെയ്ത് കൂടുതൽ സജീവമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞ, അപ്പൊ സാഹചര്യങ്ങളുടെ ചുഴിയിൽ നമ്മൾ പലപ്പോഴും പെട്ട് പകച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമ്മൾ ഈ നിമിഷത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മളെ തന്നെ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് ഉയർത്താൻ, നമുക്ക് തന്നെ സജീവമായ ഇടപെടൽ നടത്താനും ഈ ബുക്കിലൂടെ നമുക്ക് വളരെയധികം കഴിയുന്നുണ്ട്. അപ്പൊ സാറ് സാറിന്റെ ഈ ബുക്കിലെ ഒരു 15 ചാപ്റ്ററുകളിലാണ് സാർ ഉള്ളടക്കം കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആദ്യം തന്നെ സാറ് ചോദിക്കുകയാണ്, ഹൂ ആം ഐ, ആരാണെന്നുള്ളത്. എനിക്ക് രമണ മഹർഷിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ രമണ മഹർഷി അദ്ദേഹം പറയുന്ന ഒരു വ്യൂ പോയിന്റ് വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും നമുക്ക് ഒരേ പോലെ കണക്ട് ചെയ്ത് വളരെ ഭംഗിയായി സമ്മർദ്ദങ്ങളില്ലാതെ കൊണ്ടുപോകാൻ നമുക്ക് ഈ വളരെയധികം സഹായിക്കുന്ന ഒരു ബുക്കാണ് ഈ സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. അപ്പോ അതിനകത്ത് സാർ ആദ്യം പറയുന്ന പാരന്റിങ് സിസ്റ്റം തന്നെയാണ്. അതിനകത്ത് സാറിന്റെ വരികളിലൂടെ ഞാൻ ഒന്ന് കിടക്കുകയാണ്. അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആർജിച്ച പരിമിതമായ അറിവിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഓരോരുത്തരും ഈ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ആരുടെയും കുറവായിട്ട് ഗ്രന്ഥകാരൻ കാണുന്നേയില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ കുറവല്ല. പക്ഷെ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും പാരന്റ് സിസ്റ്റത്തിൽ നമുക്ക് ആർജിച്ചെടുത്ത അറിവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ പരിമിതമാണ് എന്ന് പറയുമ്പോൾ എന്റെ ചിന്ത പോയത്, നീലാകാശം പോലെ അനന്തമാണ് നമ്മളുടെ അറിവുകൾ. നമ്മളുടെ അറിവെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, ഏറ്റവും ചെറിയ ഒരു ഏകകോശ ജീവിയായ ബാക്ടീരിയകൾ എത്രയോ ചെറുതാണ് നമ്മളുടെ അറിവ്. പക്ഷെ നമുക്ക് ആ പരിമിതി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നമ്മൾ അറിയാതെ നമ്മളിൽ മാറ്റം വരുന്നു എന്ന വികാരങ്ങളെ, നമ്മൾ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെ അറിയുവാനുള്ള നമ്മുടെ കഴിവ്, നമ്മുടെ ശരീരത്തിന് അനുഭവവേദ്യമാകുന്ന 12-ലധികം വികാരങ്ങള് എല്ലാം തിരിച്ചറിഞ്ഞ് ഒരു സന്തുലനം പ്രാപിക്കുവാനുള്ള കഴിവ്, അഥവാ അപ്രതീക്ഷിതമായി നമ്മുടെ വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഏറ്റവും വേഗത്തില് ഒരു സുസ്ഥിരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള റെസിലിയൻസ് പവർ, നമ്മളുടെ ആ കഴിവിനെയാണ് ഇവിടെ സാർ പരിപോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഹുവാമൈ എന്ന ആ ഒരു ടോപ്പിക്കിന്റെ വളരെ മാധുര്യം. അതായത് നമ്മളെ തന്നെ സ്വയം അറിയുക, നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ
വികാരങ്ങളെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളുടെ കൈവിട്ടു പോകുന്ന നിയന്ത്രണത്തെ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ ഒരു കഴിവാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബവും വ്യക്തിബന്ധവും സമൂഹവും എല്ലാം ഒരു സംയോജന അവസ്ഥയിലേക്ക് പോവുകയാണ്. എല്ലാവരും കാഴ്ചപ്പാടുകളാണ് അവരവരുടെ ശരികൾ. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടാണ് എന്റെ ശരി, അതുപോലെയാണ് മറ്റൊരാളുടെ കാഴ്ചപ്പാട്. അതിൽ ആ രണ്ട് ശരികളുടെ സംയോജനമാണ് ശരിക്കുള്ള ഒരു ശരി. ഇത്ര വിചിത്രമായാണ് എനിക്ക് ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും അവരുടെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് അവരുടെ ശരികളെന്ന് അവർ പറയുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാടുകളിലും തെറ്റുകൾ കൂടിയേക്കാം. അപ്പൊ ഈ രണ്ട് വശവും നമ്മൾ മനസ്സിലാക്കി രണ്ട് വ്യക്തികളുടെയും ശരികളെ ഒരു സമവായത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ബൃഹത്തായ കാഴ്ചപ്പാടാണ് നമ്മളുടെ ഞാൻ എന്ന തിരിച്ചറിവ്. ആ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ മനോഹരമായ ഭാഗത്തേക്കാണ് സാറാ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ചാപ്റ്ററാണ്. ഞാൻ ശരിയാണെന്ന് പറയുന്നത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. ഞാൻ ശരിയാണെന്ന് നമ്മൾ എപ്പോഴും വാദിക്കുന്നു, ഞാൻ പറഞ്ഞത് ശരി, പക്ഷെ അത് എൻ്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു അറിവ്, എൻ്റെ കാഴ്ചപ്പാടിൽ മിസ്റ്റേക്ക് വന്നേക്കാം, എൻ്റെ ശരി എപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ എത്ര പേര് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലോട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെ നമ്മൾ പോകാറുണ്ട്. അവയിലൂടെ നമ്മുടെ ശരിയായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു സമ്മർദ്ദം അനുഭവിക്കാതെ തന്നെ നമുക്ക് ജീവിച്ചു പോകാം. നമ്മുടെ പഴയ ജീവിതശൈലി തിരുത്തുവാനും പുതിയ ഒരു അവയർനെസ് കൽപ്പിക്കുവാനും ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന ഒരു പ്രക്രിയ നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്ന് ആ ഹുവാമൈ എന്ന ചാപ്റ്ററിൽ സാറ് പ്രതിപാദിക്കുന്നതാണ്. പിന്നെ പറയുന്ന സ്ക്രിപ്റ്റുകളെ കുറിച്ചാണ്, തലയിലെഴുത്തുകളാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടിക്കാലത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണ്ടോ ഒക്കെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ അനേകം സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മേലെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഓർമ്മകളുടെ ഓർമ്മച്ചെപ്പിൽ നിന്ന് അതെടുത്താണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ അതൊരിക്കലും ശരിയാകണമെന്നില്ല. ഈ ഓർമ്മകളുടെ പ്രതിഫലനം ഉണ്ടാകുന്ന വിചാരങ്ങൾ കാലാകാലങ്ങളിൽ നമ്മൾ പുതുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വിപരീതമായ സ്വാധീനം ഉണ്ടാകും. നമ്മളെപ്പോഴും ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ എൻ്റെ ഈ അനുഭവമാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ പാരന്റിങ് സിസ്റ്റമാണ് ശരിയെന്ന് നമ്മൾ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ഓർമ്മകളിലുള്ള ആ ഒരു ശരി തെറ്റുകളെ മനസ്സിലാക്കാതെ നമ്മൾ ഭാവി ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അപജയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്കൊരു അവയർനെസ് ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ തലയെഴുത്ത് തിരുത്താൻ പറ്റൂ. ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ മനോഹരമായ ഒരു ഭാഗമാണ്. നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനുള്ള ഒരൊറ്റ മൂല്യം നമ്മുടെ വൈകാരിക നിയന്ത്രണമാണ്. അതിനകത്ത് ഇവര് ഒരു 6 വയസ്സ് മുമ്പ് പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അന്ന് നമ്മൾ എന്താണോ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചത്, വളരെ പ്രധാനപ്പെട്ട ഒരു കീ ആണത്. ഒരു 6 വയസ്സിന് മുമ്പ് നമ്മൾ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാൻ അന്ന് എന്താണോ നമ്മുടെ ഓർമ്മച്ചെപ്പിൽ നമ്മൾ സൂക്ഷിക്കാൻ നിർബന്ധിതമാകുന്നത്, അത് നമ്മളുടെ അടിസ്ഥാന പ്രോഗ്രാമായി നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. നമുക്ക് ഭാവിയിൽ നമ്മൾ ഈ പ്രോഗ്രാം മാറ്റി എഴുതപ്പെടാം. എന്നാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാമിനെ എടുത്തങ്ങ് ഉപയോഗിക്കും. അത് നമുക്ക് ചിലപ്പോ പരാജയത്തിലേക്ക് വന്നേക്കാം. നമ്മുടെ ചെറിയ കാലത്ത് ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ എടുത്ത ഒരു പ്രോഗ്രാം ആയിരിക്കില്ല ഇപ്പൊ നമുക്ക് പ്രശ്ന പരിഹാരത്തിന് പാഠവുമായി എടുക്കേണ്ടത്. അത് നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ മനോഹരമായ തലങ്ങളിലേക്കാണ് സാറ് ഈ ഒരു കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ കണ്ണോടിച്ച് നോക്കിയാല് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പക്ഷിമൃഗാദികളും ആത്മഹത്യ ചെയ്യുന്നില്ല, അവർക്ക് ടെൻഷൻ ഇല്ല, അവർക്കൊരു പ്രയാസവുമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്ന പരിഹാര പാഠവം നമുക്കില്ലാതെ പോകുമ്പോൾ, നമ്മൾ ആ ഒരു റീപ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അപജയം നമ്മളെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ സ്ട്രെസ്സിലേക്കോ ഒക്കെ നയിക്കുന്നു. മാറ്റമില്ലാത്ത പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം മാറ്റുവാനുള്ള അമാനുഷികമായ ഒരു കഴിവ് മനുഷ്യനിലുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രോഗ്രാം മാറ്റാൻ നമുക്കറിയില്ല. നമുക്ക് ആ ഡ്രൈവ് എവിടെ ഇരിക്കുന്നത് മനസ്സിലാകുന്നില്ല.
ആ ഡ്രൈവ് മാറ്റാൻ നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ ഭംഗിയായിട്ട് കഴിയും. അപ്പൊ പ്രോഗ്രാമിങ്ങിനെ മാറ്റാനുള്ള, തിരുത്തി എഴുതാനുള്ള നമ്മുടെ കഴിവ് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഗ്രന്ഥകർത്താവ് വളരെ ഭംഗിയായിട്ട് നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആര് എന്നൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മളൊന്ന് തിരിച്ചറിയുക. ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരോട് പ്രതികരിക്കുന്ന മനസ്സിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുക. സ്വയം തിരുത്താൻ സഹായിക്കുന്ന ലളിതമായ ഒരു പഠനമാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ്. മനുഷ്യൻ അവനവനോടും മറ്റുള്ളവരോടും സംവാദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രേരണ, ഇമ്പൾസ് തിരിച്ചറിഞ്ഞ് സ്വഭാവത്തെ മാറ്റുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ്. നമ്മുടെ ബിഹേവിയർ പാറ്റേണിലുള്ള ചേഞ്ചാണ്. ഓരോ വ്യക്തികളോടും നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുമ്പോൾ ആ ബിഹേവ് നമ്മൾക്കുണ്ടാകുന്ന ഇമ്പൾസ് എന്താണ്, അത് നമ്മൾ ഇപ്പൊ മറ്റൊരു ജീവിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് സംസാരശേഷി. അപ്പൊ നമ്മൾ ഈ സംവാദിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലാഷസ് എങ്ങനെയാണെന്ന് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ സാർ വരച്ച് കാണിക്കുന്നു. പിന്നെ മനസ്സിന്റെ നിഗൂഢതകള്, മനസ്സിന്റെ കാണാപ്പുറങ്ങള്, മനസ്സിന്റെ ഭാഷ, മനസ്സിന്റെ വ്യാപാര തലങ്ങള്, മനസ്സിന്റെ ഉത്തേജനങ്ങള്, മനസ്സിന്റെ ഒളിച്ചുകളികള്, മനസ്സിന്റെ നിർബന്ധങ്ങള്, മനസ്സിന്റെ പരിഭവങ്ങള്, ഇതെല്ലാം തിരിച്ചറിയുകയെല്ലാം പരിഹരിച്ച് നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ആശയ വിനിമയമാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് ഈ ഒരു ഗ്രന്ഥത്തിൽ സാർ പറയുന്നുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ ഗ്രന്ഥത്തിലുടനീളം നമ്മളെ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്തിൽ മനസ്സ് രൂപപ്പെടുന്നതും ആ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ നമ്മളെ എങ്ങനെ കടിഞ്ഞാണിടുന്നുവെന്നും ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നും അതിന് പ്രാപ്തമായ ഒരു ജീവിതം നയിക്കുന്നതും ഒക്കെയാണ്. മനസ്സിന്റെ രണ്ട് തലങ്ങളെ, വികാര വിചാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ ആര് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ സാറ് അതിമനോഹരമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ ഒരു മനസ്സിന്റെ ആന്തരിക ഘടനയിലേക്കാണ് പോകുന്നത്. മനസ്സിന്റെ ആന്തരിക ഘടനയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈഗോ സിസ്റ്റത്തെയാണ് പറയുന്നത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, നമ്മുടെ വാസനകളുടെ നിറക്കൂട്ടുകളാണ്. യാഥാർത്ഥ്യബോധവുമായി അടുത്ത് നിൽക്കുന്ന ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന നല്ല ഗുണങ്ങളുടെ കേദാരം. അതിനെക്കുറിച്ച് സമഗ്രമായ രീതിയിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ സാർ പരാമർശിക്കുന്നുണ്ട്. സാധാരണക്കാരന്റെ മനഃശാസ്ത്രത്തില് മൂന്നാമത്തെ ചാപ്റ്റർ ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ്. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ രാജകുമാരനും രാജകുമാരിയുമായിട്ടാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്, എറിക് ബേന്റെ തിയറി. പക്ഷേ ആ കുഞ്ഞുങ്ങളെ തവളകളായി വളർത്തുന്നു എന്ന അതിമനോഹരമായ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടില് നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മളുടെ മാറ്റങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ മനസ്സ് അനിവാര്യമാണെന്നും ആ മാറ്റാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടെന്നും ഏത് ജീവജാലത്തിനും എത്ര വൈകല്യമുണ്ടെങ്കിലും സ്വയം പര്യാപ്ത ആകാനുള്ള ഒരു വിശേഷ ബുദ്ധി സൃഷ്ടാവ് അതിന് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന വരികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവർക്കും ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. ചിന്തിച്ച് ജീവിക്കുന്നതിന് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? മറ്റുള്ള അനുകരിച്ചാണ് ജീവിക്കുന്നത്. അതിനെക്കുറിച്ചും നല്ലൊരു പരാമർശം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ, ജീവിതത്തെ മാറ്റാൻ പറ്റുന്ന തീരുമാനങ്ങൾ നമ്മൾ അധിഷ്ഠിതമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തില് തീരുമാനങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന തീരുമാനങ്ങളായിരിക്കണം. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമ്മളുടെ കയ്യിൽ തന്നെ, നമ്മുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് ഏത് വിപരീത സാഹചര്യത്തിൽ നമ്മളെ രക്ഷപ്പെടുന്ന രീതികൾ ഏത് പ്രയാസത്തിലും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഓർമ്മകളുടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മളുടെ ബാല്യകാലത്തില് ഏത് വിപരീത സാഹചര്യം വന്നാലും നമ്മൾ കുറെ ഓർമ്മകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. പാമ്പിനെ കണ്ടാൽ പേടിക്കുക, മാറി നിൽക്കുക, ഇങ്ങനെയുള്ള കുറെ ഓർമ്മച്ചെപ്പുകൾ നമ്മളുടെ ബാല്യകാലത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പാമ്പൊരു സാധാരണ ജീവിയാണ്, അതിന് നമ്മളോടൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് അപകടകാരിയാണ്. അതിന് നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയല്ല നമ്മൾ ബാല്യകാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. ഇതുപോലെ ഒരുപാട് കാര്യം, പട്ടിയെ കണ്ടാൽ പേടിക്കണം. ചിലർക്ക് എത്ര വലുതായാലും പട്ടി കുരയ്ക്കുന്ന കാണുമ്പോൾ പട്ടി അടുത്ത് വരുമ്പോൾ പേടിക്കുന്നു. ചെറുതിലെ അവർക്ക് കിട്ടിയ ഒരു ധാരണ അങ്ങനെയാണ്. അതവരെ മനസ്സിന്റെ ഓർമ്മച്ചെപ്പിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെ അർത്ഥവത്തായ ചിന്തകൾ തന്നെയാണ്.
നമുക്ക് തരുന്ന ഓരോ ഓർമ്മകളും, നമുക്ക് ബാല്യകാലത്ത് സംഭവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഓരോ ഓർമ്മകളും നമ്മൾ ഇങ്ങനെ ഓർമ്മകളുടെ അടുക്കൽ സൂക്ഷിക്കുകയാണ്. നമ്മൾ എത്ര പ്രായം ചെന്നാലും ആ ഓർമ്മകളുടെ അടുക്കിൽ നമ്മൾ ഇങ്ങനെ അടിമപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ വളരെ മനോഹരമായി തന്നെ നമുക്ക് ചിലരെ കാണുമ്പോൾ നമ്മൾ ഉടനെ മുഖം തിരിക്കുന്നു. ചിലർ നമ്മൾ പെട്ടെന്ന് ചിലരെ കാണുമ്പോൾ നമുക്കൊരു വികർഷണം ഉണ്ടാകും. ഇതൊക്കെ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഒരു ഒന്നും വേണ്ട കാസ്റ്റ് വ്യവസ്ഥ ഇപ്പോഴും കേരളത്തിൽ നിന്ന് പോയെങ്കിലും ചില കാസ്റ്റുകാരെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ഉണ്ടൊരു വെറുപ്പ്. അത് നമുക്ക് നമ്മൾ എത്ര ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്ലിറ്റ് ആയതായിരിക്കാം അന്ന്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ റിജക്ഷൻ ഉണ്ടാകുന്നത്. ചിലപ്പോൾ അവർ നമ്മളെക്കാൾ എത്രയോ നല്ല മനുഷ്യരായിരിക്കും, ഒരുപാട് ക്വാളിറ്റികൾ ചാലിച്ച വ്യക്തികൾ. പക്ഷെ നമ്മളുടെ മനസ്സിൽ അവർ റിജക്റ്റ് ആവുന്നതിന്റെ കാരണം നമ്മളുടെ ഉള്ളിലുള്ള നമുക്ക് കിട്ടിയ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിങ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇങ്ങനെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പല രീതികൾ നമ്മൾ മാറി ചിന്തിച്ചില്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്യാൻ ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ നമുക്ക് കഴിയുന്നു. പിന്നെ മനസ്സിന്റെ ഘടനയെ കുറിച്ച്, സ്ട്രക്ചറിനെ കുറിച്ച് 4ാമത്തെ ചാപ്റ്ററിൽ അതിമനോഹരമായി തന്നെ പറയുന്നുണ്ട്. പാരന്റ് ഈഗോയും അഡൽട്ട് ഈഗോയും ചൈൽഡ് ഈഗോയും. നമ്മൾ ഈ 3 ഈഗോയും നമ്മുടെ ഉള്ളിലുണ്ട്. ആ 3 ഈഗോയും നമ്മൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നും വളരെ സമഗ്രമായി തന്നെ ആ ഓരോ ഭാവത്തെക്കുറിച്ചും പിക്ചറൈസേഷനിലൂടെ തന്നെയാണ് സാർ അത് ആ ബുക്കിൽ വരച്ചു കാട്ടുന്നത്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ മനസ്സിന്റെ വ്യക്തിഭാവങ്ങളാണ്. അത് ഓരോ വ്യക്തി മനസ്സിലും ഉണ്ടാകുന്ന വ്യക്തിയുടെ ഒരു ഭാവമുണ്ട്. പക്വതാഭാവത്തിൽ, അതായത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാള് പക്വതാഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി സ്വതന്ത്രമായും യുക്തിസഹജമായും മുൻവിധികൾ ഇല്ലാതെ വികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ സാഹചര്യങ്ങളെ വിലയിരുത്തുവാനും പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുണ്ട്. അതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റിന്റെ നേച്ചർ, പാരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ നേച്ചർ, ഇങ്ങനെ ആ നേച്ചറുകള് പിക്ചറൈസേഷനിലൂടെ തന്നെ സാറ് ആ ബുക്കിലുടനീളം വരച്ച് കാണിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ കർക്കശ സ്വഭാവമുള്ള പിതൃഭാവത്തെക്കുറിച്ചും പിന്നെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിന്റെ പക്വത തലത്തെക്കുറിച്ചും NPയെ കുറിച്ചും, അതുപോലെ ഡിവിഷൻസ്, ശിശുഭാവത്തിലുള്ള ഡിവിഷൻസ്, ഇതെല്ലാം ആ ഒരു ചാപ്റ്ററിൽ വളരെ ഭംഗിയോടുകൂടി തന്നെ വരച്ചു കാണിക്കുകയും അതിന് വേണ്ട പരിഹാരങ്ങളും ഇതിനകത്ത് അനുസരണയുള്ള കംപ്ലൈന്റ് ചൈൽഡിനെ കുറിച്ചും വഴക്കാളിയായ റിബലസ് ചൈൽഡിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സൂത്രശാലിയായ കുട്ടി. 6ാമത്തെ ചാപ്റ്റർ ഇനിയോഗ്രാമാണ്. ഇനിയോഗ്രാമില് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബോണ്ട് എനർജി ആൻഡ് അൺബോണ്ട് എനർജി, മാനസിക ഊർജ തലത്തെക്കുറിച്ചും അതിലൂടെ നമുക്കുണ്ടാകുന്ന മാനസിക നിയന്ത്രണത്തെക്കുറിച്ചും, അത് നമുക്ക് കുടുംബ ബന്ധങ്ങളെ, സമൂഹ ബന്ധങ്ങളെ, വ്യക്തിപരമായ ബന്ധങ്ങളെയൊക്കെ ആ എനർജി എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് പിക്ചറിലൂടെ തന്നെ ഇനിയോഗ്രാം സാറ് വരച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 7ാമത്തെ ചാപ്റ്റർ വ്യക്തിഭാവത്തിന്റെ തിരിച്ചറിയലാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മെഹ്റാബിയൻ റൂൾസ് തന്നെയാണ് സാർ എടുത്തു കാണിച്ചിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ 7% സ്പോക്കൺ വേർഡ്സ് ആയിട്ട് വരുന്നത്, 38% നമ്മുടെ വോയിസ് ടോണും 55% നമ്മുടെ ബോഡി ലാംഗ്വേജുമാണ്. അപ്പൊ അത് നമ്മുടെ സ്വഭാവവുമായിട്ട്, സ്വഭാവ നിർണയത്തില്, ബിഹേവിയർ ഡയഗ്നോസില് എത്രത്തോളം അത് നമുക്കത് പ്രാവർത്തികമാക്കാം, ആംഗ്യ ഭാഷ എത്രത്തോളം സ്വാധീനമുണ്ടെന്നും, ഓരോ സാമൂഹ്യ നിർണയത്തിന്, സോഷ്യൽ ഡയഗ്നോസിന്, ഹിസ്റ്റോറിക്കൽ ഡയഗ്നോസിന്, ഇങ്ങനെ പ്രത്യേകം 4 ഡയഗ്നോസുകളെ കുറിച്ച് വ്യക്തമായി തന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് സാർ അത് ശബ്ദ വ്യത്യാസത്തെക്കുറിച്ചും, മുഖഭാവത്തെക്കുറിച്ചും, ആംഗ്യത്തെക്കുറിച്ചും, ശരീര ഭാഷയെക്കുറിച്ചും ഒക്കെ അക്കമിട്ട് തന്നെ സാറ് വളരെ വിശദമായിട്ട് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പക്വതാഭാവം ആ ചാപ്റ്റർ വളരെ വിശദമായി തന്നെ അതിനകത്ത് സാറ് അതിനകത്ത് നമുക്കുണ്ടാകുന്ന മുറിപ്പാടുകളും ഊർജത്തിന്റെ വ്യത്യാസവും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വിനിമയ അപഗ്രഥനമാണ് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ആ 3 സ്റ്റേജ്. ട്രാൻസാക്ഷൻ അനാലിസിസിന് പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നും, അഡൽട്ട് ഈഗോ നിന്നും, ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുള്ള ആ ഒരു സംഭാഷണം സാർ അത് 3 സ്റ്റേറ്റും ഇങ്ങനെ എടുത്തിട്ട് സാർ ഒരു കോൺവെർസേഷൻ അത് ഉൾപ്പെടുത്തിയിട്ട് സുഖമാണോ എന്ന് നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് ചോദിക്കുമ്പോൾ
സുഖമാണോ താങ്കൾക്കും? ആ വോയിസ് മോഡുലേഷനോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതികരണം, നമ്മൾ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണോ നമ്മൾ ചോദിക്കുന്നത്, തിരിച്ചും അതേ ഈഗോ സ്റ്റേറ്റിൽ നമുക്ക് മറുപടി കിട്ടിയാൽ ആ ട്രാൻസാക്ഷൻ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നൊരു കുട്ടി ഇപ്പൊ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഞാൻ ഇന്ന വീഗാലാൻഡ് ടൂർ ഒന്ന് പൊക്കോട്ടെ. ചിലപ്പോ അച്ഛന്റെ മനസ്സിൽ വീഗാലാൻഡ് എന്ന് പറയുന്നത് വെള്ളമാണ്, അവിടെ എന്റെ കുട്ടി അവര് സംരക്ഷിക്കുമോ, കുട്ടി വെള്ളത്തിൽ ഇറങ്ങിയാൽ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് ചിന്തകൾ വന്നു. അച്ഛൻ പറയാം പോണ്ട എന്നൊരു കമന്റ് ആയിരിക്കും കൊടുക്കുന്നു. പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ് അച്ഛൻ സംസാരിക്കും, കുട്ടി ചോദിക്കുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ്. ഇവിടെ നമുക്ക് രണ്ട് പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ കുട്ടിയെ ടൂറിന് അയക്കണം, അല്ലെങ്കിൽ കുട്ടിയെ ടൂറിന് അയക്കണ്ട. പക്ഷെ അത് കാര്യകാരണ സഹിതം ആ കുട്ടിയോട് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ ഇറങ്ങി വന്നിട്ട് നമുക്ക് പറയാം, മോനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഗാലാൻഡിൽ പോയതല്ലേ ഉള്ളൂ, നമുക്ക് അടുത്ത പ്രാവശ്യം ഫാമിലി ട്രിപ്പായിട്ട് പോയാൽ പോരെ, മോൻ ഇപ്പൊ തന്നെ ആ ടൂറിന് പോകണമെന്നുണ്ട്. ഇങ്ങനെ കുട്ടിയുടെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ കമന്റ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ സ്വയമേ എങ്കിൽ അച്ഛൻ ഞാൻ പോകുന്നില്ല ഇപ്രാവശ്യം ടൂർ, ഞാൻ അച്ഛനോടൊപ്പം വരാം എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ ഒരു കോൺവെർസേഷന്റെ ഒരു മാധുര്യം, അതൊക്കെ വളരെ മനോഹരമായി തന്നെ ഒരുപാട് എക്സാമ്പിൾസിലൂടെ സാർ ഇവിടെ ഈ വിനിമയം, ആശയവിനിമയം, ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ നമുക്ക് എങ്ങനെ നടത്താമെന്നുള്ളത് ഈ ഒരു ചാപ്റ്ററുകളിൽ എറിക് ബേണിന്റെ ഒക്കെ തിയറി വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സാർ ഇതിനകത്ത് വരച്ചു കാട്ടുന്നുണ്ട്. സുഖമാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ചില ഒളി സംഭാഷണങ്ങൾ, അർട്ടീരിയൽ ട്രാൻസാക്ഷനുകളെ കുറിച്ചും ഒക്കെ അതിനകത്ത് സാർ കാണിക്കുന്നുണ്ട്. പടത്തിൽ തന്നെ വളരെ മനോഹരമായ ഒരു ആശയവിനിമയം, നമ്മുടെ ബിഹേവിയർ പാറ്റേൺസിൽ നമുക്കുണ്ടാകുന്ന ആശയവിനിമയം എങ്ങനെ നടത്തണം, എങ്ങനെ ഒരു ആശയവിനിമയം നടത്തണം, നമുക്ക് വേറെ ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ ആശയവിനിമയം എത്രത്തോളം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ആശയവിനിമയങ്ങൾ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്? അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണോ, ഞാൻ പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണോ, അതോ ഒരു നിസ്സാരമായിട്ട് എപ്പോഴും കളിതാമാശയുടെ ഈഗോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ബിഹേവിയർ എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ്. 10ാമത്തെ ജീവിത നിലപാടുകളാണ്, ലൈഫ് പൊസിഷനാണ്. ഐ ആം ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന ആ ഒരു സിദ്ധാന്തത്തെ 4 കോളങ്ങളാക്കി തന്നെ നമുക്ക് വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യുന്ന മനോഹരമായ ഒരു ചാപ്റ്ററാണ് ഇതിനകത്ത്. അതിനകത്ത് പൊസിഷൻ ബേസ്, നമ്മൾ ഓക്കെ ആണെങ്കിലോ നമ്മൾ ഓക്കെ അല്ലെങ്കിലോ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷം, നിരാശ, വിഷാദം, ദേഷ്യം, ഉൾവലിയല്, ഒഴിഞ്ഞു മാറുന്നത്, ആത്മഹത്യ പ്രവണത, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഓരോ പൊസിഷനിലും നമ്മൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ വളരെ ഭംഗിയായിട്ട് ഈ ചാപ്റ്ററുകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന സ്ട്രോക്സുകളാണ്. സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ അംഗീകാരങ്ങൾ, സ്വയം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണ്? എപ്പോഴും നമ്മൾ അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പക്ഷെ അംഗീകാരം എപ്പോ കൊടുക്കണം, എപ്പോ കൊടുക്കണ്ട എന്നുള്ളതിനെ കുറിച്ച് ആ സ്ട്രോക്സിൽ വളരെ ഭംഗിയായിട്ട് തന്നെ 11ാമത്തെ ചാപ്റ്ററിൽ ആ സ്ട്രോക്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ സ്പർശനത്തെ കുറിച്ചും ആ ടച്ച് സെൻസേഷനെ കുറിച്ചും റെക്കഗ്നേഷനെ കുറിച്ചും ഒക്കെയുള്ള ആ ഒരു വ്യക്തമായ ധാരണ, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട, നമ്മുടെ മധുരമായ ഒരു നോട്ടം. നമ്മളൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ, നമ്മുടെ ലാംഗ്വേജിനെക്കാളും നമ്മുടെ ഒരു നോട്ടം, നമ്മളൊരു ഹായ് പറച്ചില്, ഇതൊക്കെ എത്ര മധുരമാണെന്ന് നമുക്ക് ഈ ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്, ജസ്റ്റ് നമ്മളൊന്ന് കൈ എടുത്ത് കാണിച്ചു പോകുമ്പോൾ തന്നെ എത്രയോ ഒരു വലിയൊരു സന്ദേശമാണ് നമ്മൾ കൈമാറുന്നത്. അവിടെ നമ്മൾ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ദൈനംദിന ജീവിതത്തിലെ സ്വകാര്യതയുള്ള സ്ട്രോക്കുകള്, നെഗറ്റീവ് സ്ട്രോക്സുകള്, കുട്ടികളോട് കൊടുക്കുന്ന, കുട്ടികൾക്ക് ഉണ്ടാകുന്ന പാരന്റ്സ് കൊടുക്കുന്ന നെഗറ്റീവ് സ്ട്രോക്കുകൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇങ്ങനെ അത് എത്ര അളവില്, ഏത് സമയത്ത്, ആ ലക്ഷ്യം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ആ സ്ട്രോക്സിനെ കുറിച്ച് സാറ് ഈ പേജുകളില്, ഈ അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. 11ാമത് സമയവിനിയോഗത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഈ സമയവിനിയോഗം എന്ന് പറയുന്നതും ഇതിനകത്ത് സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ വിചിത്രമായി തന്നെ എനിക്ക് തോന്നി. കാരണം സമയവിനിയോഗത്തിൽ നമ്മുടെ സമയം കളയാൻ വേണ്ടി ടൈം പാസിംഗ് ആയിട്ടുള്ളവരുണ്ട്, ഉൾവലിയുന്നവരുണ്ട്, സാമൂഹ്യ ആചാര ചടങ്ങുകളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട്, മാനസികമായ സൈക്കോളജിക്കൽ ഗെയിംസ് ഉൾപ്പെടുത്തിയതിന് ലക്ഷ്യബോധമുള്ള പ്രവർത്തനമുണ്ട്.
അടുപ്പത്തോടെ പെരുമാറ്റം. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഒരു സമയത്തെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ അനാലിസിലൂടെ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം, അതിനെക്കുറിച്ചും ഉൾവലിയുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു സാർ ആ ഒരു ഡയഗ്രത്തിൽ കൂടെ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിന് 1-2 ഡയഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റാണ്, തലയെഴുത്തുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വളരെ ചെറുതിലേ തന്നെ കിട്ടുന്ന പല കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മുടെ ആ തലയെഴുത്തുകൾ തിരുത്താൻ പറ്റും. നമ്മളുടെ ഈ ഒരു ആശയവിനിമയ സംവിധാനം വളരെ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അതിന് ഭംഗിയായിട്ട് തന്നെ ആ ഒരു ചാപ്റ്റർ ഫാമിലി കൾച്ചർ, ഫാമിലി എക്സ്പീരിയൻസസ്, ഇതൊക്കെ ആ ചാപ്റ്റർ, ഇത് കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തലയെഴുത്തിന്റെ പ്രധാന ഘടകങ്ങളെ കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ കൂടി കഴിഞ്ഞു. അങ്ങനെ സാറിന്റെ ആ ഒരു മാനസികമായ കളികളുണ്ട്. 14ാമത്തെ ചാപ്റ്റർ മാനസികമായിട്ടുള്ള കളികൾ. നമ്മുടെ എപ്പോഴും നമ്മളെ ഈ വൈകാരിക അവസ്ഥയ്ക്ക് ചേഞ്ച് വരുത്താനുള്ള നമ്മുടെ മാനസിക നിയന്ത്രണം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് ഗെയിംസുകൾ, അതിനെക്കുറിച്ചൊക്കെ 14ാമത്തെ ചാപ്റ്ററിൽ ഉടനീളം പറയുന്ന മുഴുവൻ അത് തന്നെയാണ്. ആ ഗെയിംസിനെ കുറിച്ചാണ്. നമ്മൾ അട്ടഹാസത്തെക്കുറിച്ചും നമ്മുടെ വോയിസ് മോഡുലേഷനും ഒക്കെ വീണ്ടും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് ഒരു നല്ല ഫോർമുല സാർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനം വരുന്ന 14ാമത്തെ ചാപ്റ്ററിൽ ഒരു സമ്മറിയാണ്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ് എന്ന ഒരു സമ്മറി. അതായത് നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞു, നമ്മളെപ്പോഴും മറ്റൊരാളിനെയാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. നമ്മളുടെ ലൈഫിനെ നിർവചിക്കാൻ നമുക്കേ കഴിയുള്ളൂ. നമുക്ക് എന്ന് ഈ മനോഹരമായ ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ചിന്തകള് എന്നിലെ ഉണർത്തി. കാരണം ഓരോ സമയത്തും ചില സമയത്ത് നമുക്കുണ്ടാകുന്ന അപജയങ്ങൾക്കും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും എല്ലാം കാരണം നമ്മുടെ വായിൽ നിന്ന് പോയൊരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇടപെടലാണ് എന്ന് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് നല്ലൊരു അവബോധം നൽകുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. ഓക്കെ സാർ. അപ്പോ എല്ലാ പേരും ഈ ഒരു ബുക്ക് കണ്ടിരിക്കണം. സാറിന്റെ കവർ പേജിലുള്ളത് തന്നെയാണ്. ഈ സാധാരണക്കാരന്റെ മനഃശാസ്ത്രം എന്ന പേരും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോ ഒരാളിനെ എങ്ങനെ സാധാരണക്കാരൻ എന്ന് പറയും? നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ ട്രാൻസാക്ഷനിലൂടെയാണ്, നമ്മുടെ ആശയവിനിമയത്തിലൂടെയാണ്. അപ്പൊ എനിക്ക് ഇന്നൊരു കഴിവുണ്ട് എന്ന് നമുക്ക് പറയുന്നത് നമ്മൾ മൗനമായിട്ടിരുന്നിട്ടല്ല. അപ്പൊ ആ ട്രാൻസാക്ഷൻസ് എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ, അപ്പൊ നമ്മൾ ഓരോ സാധാരണക്കാരും അസാധാരണക്കാരനായി മാറുകയാണ്. സാധാരണക്കാരൻ ഇങ്ങനെ ഒരു തന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ കുടുങ്ങി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ സാധാരണക്കാരിൽ നമ്മൾ അസാധാരണ വ്യക്തിത്വമുള്ള ഒരു ആളായി മാറണമെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഈഗോ സ്റ്റേറ്റുകളും നമ്മളുടെ ഈഗോസും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് നമ്മുടെ ലൈഫ് സുന്ദരമാക്കാൻ കഴിയും എന്നൊരു സന്ദേശത്തോടു കൂടിയാണ് സാർ ഈ ബുക്ക് അവസാനിപ്പിക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. വളരെ മനോഹരമായി മാം ആ ബുക്ക് വായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതിന്റെ ഓരോ അധ്യായങ്ങളും വളരെ കൃത്യമായിട്ട് എടുത്ത് മനസ്സിലാകുന്ന രീതിയിൽ ഒത്തിരി കണ്ടന്റ് ഉണ്ട്. കാരണം നമ്മുടെ ലേമാൻ സൈക്കോളജി എന്ന് അതിന് പറയുന്നത് സാധാരണക്കാരൻ. എന്താണ് സാധാരണക്കാരൻ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെ, നമ്മളിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റങ്ങൾ വന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സാധാരണക്കാരനാണ്. നമ്മുടെ ജനനം, തുടക്കം എല്ലാം സാധാരണ പോലെയാണ്. അപ്പൊ ആ സാധാരണക്കാരന്റെ മനസ്സുകളിൽ കൂടെ ഉള്ള വ്യാപാരങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലെ ചിന്തകളാകാം, നമ്മളുടെ ചലനങ്ങളാകാം, അതേപോലെ തന്നെ നമ്മളുടെ റെസ്പോൺസുകൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാങ്ങലുകൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരു സിദ്ധാന്തത്തിന്റെ ചട്ടക്കൂടിൽ കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത പലതും നമ്മൾ ചെയ്യുന്നുണ്ടെന്നും അതിനെ ഒന്ന് ബോധപൂർവം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്താം. മാറ്റങ്ങൾ വരുത്താമെന്ന് പറയുമ്പോൾ ഈ ബുക്ക് ഞാൻ എഴുതി എത്രയോ ദിവസങ്ങൾ ഇരുന്നൊക്കെ എഴുതിയ, പക്ഷെ അന്ന് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രമാത്രം കണ്ടീഷൻഡാണ്. നമ്മുടെ പഴയ
അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആ ലൈഫ് സ്ട്രക്ചറുമായിട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞത്, ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസാ. എല്ലാവരും യുണീക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് ആദ്യമേ നമ്മൾ അറിയേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഹുവാമൈ എന്ന് പറയുന്ന ആ ഒരു തരത്തെക്കുറിച്ച് ആദ്യം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളെ കൃത്യമായിട്ട് അറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്ക് നമുക്ക് മാറി മാറി പോകാൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു ബുക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എറിക് ബേൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിക്കണ്ട് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ബുക്ക് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഹുവാമൈ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. നമ്മളെ സ്വയമായിട്ട് അറിയുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ രീതി പറഞ്ഞാൽ നമ്മളെ റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിനെ കൂടെ ഏതൊക്കെ രീതിയിലാണ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് 3 രീതിയിൽ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്ത് പറയാം. അതിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം. എൻ്റെ സ്ക്രീനിന്റെ ബാക്കിൽ കാണുന്ന പോലെ ഇൻഡിപെൻഡന്റ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആൻഡ് കോ ഡിപ്പെൻഡന്റ്. ഈ 3 തലങ്ങൾ. ഇൻഡിപെൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി വളർച്ചയൊക്കെ എത്തി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു തലമാണ് ഇൻഡിപെൻഡന്റ്. ദെൻ ഇന്റർ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്നെയും എന്റെ മുമ്പിലെ വ്യക്തിയും കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു തലമാണ്. അതിനെ താഴെയുള്ള മറ്റൊരു തലമാണ് കോ ഡിപ്പെൻഡന്റ്. അപ്പൊ ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് പേരന്റ്, അഡൽട്ട്, ചൈൽഡ്. അപ്പൊ ഈ 3 ഈഗോ സ്റ്റേറ്റുകളിൽ നമ്മൾ അറിയാതെ കുടുങ്ങിപ്പോവുകയും അങ്ങനെ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മളുണ്ടാകുന്ന വ്യത്യാസങ്ങളും അത് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ബുക്ക് കൃത്യമായിട്ട് പരാമർശിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 14 അധ്യായങ്ങൾ ഈ ബുക്കിലുണ്ട്. ആ 14 അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഞാൻ ആരാണ്, ഹുവാമൈ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇതാണ് നമ്മളുടെ അസ്തിത്വം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിന്റെ തലം ഭയങ്കര വിശാലമായ തലമാണ്. പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്. ഓരോ വ്യക്തികളും കാണുന്ന പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്. ഞാൻ പറയുന്നത് എന്റെ ശരിയും എന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി പറയുന്ന അവരുടെ ശരിയുമാണ്. ഇത് തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മളെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഇമോഷണൽ, പ്രത്യേകിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു തലമാണ് ഇന്ന്. ആ ഇന്റലിജൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആരാണ്, ഹുവാമൈ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിന്റെ ആന്തരിക ഘടനയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈഗോ, സൂപ്പർ ഈഗോ, ഇഡ് എന്നൊക്കെ പറയുന്ന ആ തലങ്ങൾ, ഇത് ഈഗോ സ്റ്റേറ്റുകളുടെ തന്നെ എക്സാമ്പിളുകളാണ്. പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്താണ്? അവിടെ മാം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ള ഒരു ഫിലോസഫിയെ കുറിച്ചാണ്. പീപ്പിൾ ആർ ബോൺ ഓക്കെ. ജനിച്ചപ്പോഴേ രാജകുമാരനും രാജകുമാരിയുമായിട്ടാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മുടെ അവസ്ഥ വളരെ മോശം, അല്ലെ? നമുക്ക് പോലും അറിയാത്ത രീതിയിലൂടെയാണ് നമ്മുടെ മനസ്സ് ചലിക്കുന്നത്. മനസ്സിന്റെ അതേ രീതിയിലാണ് ശരീരവും ചലിച്ചു പോകുന്നത്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വന്ന എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ജനിച്ചപ്പോൾ രാജകുമാരി, പക്ഷെ ഇപ്പൊ മാറ്റം വന്നത്. ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുക, ഇതാണ്. പിന്നെ ചിന്തിക്കാനുള്ള അവകാശം, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള റൈറ്റ് ആണ്. എന്താ പറയുന്നത്, ഒരു സവിശേഷമായ റൈറ്റ് ആണ്. ഈ റൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മള് കുട്ടിക്കുരങ്ങനെ പോലെ അതിന്റെ യജമാനൻ ചാടിക്കുന്നതനുസരിച്ച് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക, അങ്ങനെയല്ല. കൃത്യമായിട്ട് എന്തിന് ചാടണം, എപ്പോൾ ചാടണം എന്നുള്ളത് ഒരു നമ്മൾ പറയുന്ന അഡൽട്ട് എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇത് പറയാൻ ലൈഫ് ഡിസിഷണൽ ആൻഡ് ക്യാൻ ബി ചേഞ്ച്. ഈ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ കപ്പാസിറ്റി. സാഹചര്യങ്ങൾക്കനുസരിച്ച്, എൻവയോൺമെന്റ് സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് ചേഞ്ചുകൾ വരുത്താൻ പറ്റണം. അങ്ങനെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. 4-ാമത്തെ അധ്യായം മനസ്സിന്റെ ഘടനയാണ്. അവിടെ വ്യക്തിഭാവങ്ങൾ എന്ന് പറയുന്ന 3 ഈഗോ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പ്രതിഭാവം, പക്വഭാവം, ശിശുഭാവം. ഒത്തിരിയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട. പക്ഷെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഇതിന്റെ ടിയുടെ ഒക്കെ ഒത്തിരി ഹയർ ലെവൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു കാണുമായിരിക്കും, ബേസിക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കാത്തിടത്തോളം കാലം ബാക്കി എന്തിലേക്ക് പോയിട്ടും കാര്യം. ഇത് ശരിയാകാതെ വരുമ്പോഴാണ് ഹയർ ലെവലിലേക്ക് നമ്മൾ പോകും.
നോർമലി ഈ 3 കാര്യങ്ങൾ, അതിന്റെ രീതികൾ, അതിന്റെ ഘടനകൾ, അതുപയോഗിച്ച് നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇതിനെല്ലാം മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല, ഈ പറയുന്ന 3 ഈഗോ സ്റ്റേറ്റുകൾ, ഇപ്പൊ പിതൃഭാവത്തിനും പക്വഭാവത്തിനും ശിശുഭാവത്തിനും, ഇത് തമ്മിൽ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. ഒന്നിൽ നിന്ന് മറ്റതിലേക്കും മറ്റൊന്നിലേക്കും വളരെ ഒരു പുഴ ഒഴുകുന്ന പോലെ തടസ്സങ്ങളില്ലാതെ ഒഴുകാൻ പറ്റുന്ന ആ ഒരു തലം. അവിടെയാണ് നമ്മൾ വ്യക്തിഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഈഗോഗ്രാം, ഈ 3 ഭാവങ്ങളെയും അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ പൊസിഷൻ നമുക്കറിയാം. നമ്മളെ ഒരാൾ നോക്കിയിട്ട് പറയാണ് നിങ്ങൾ ശരിയല്ല, നിങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റും. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ചേഞ്ച് വരാതെ പോകുന്നത്. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഈ രീതിയിലല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, എന്നാൽ കേൾക്കാം എന്ന് വിചാരിക്കുന്ന തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ശരിക്കും ഒരു അനാലിസിസ് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള അനാലിസിസ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ ഈ നിമിഷം വരെ നമ്മളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചില ക്വസ്റ്റ്യൻസ് തരുന്നതനുസരിച്ച് ഈ ഈഗോഗ്രാമിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ നമ്മൾ ഈഗോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഒരു 50% നമ്മൾ ശരിയാവും. അതാണ് ആ ഈഗോഗ്രാമിന്റെ പ്രത്യേകത. കാരണം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ആരാണ് പറയുന്നത്? ഞാനല്ല, ആ ചോദ്യങ്ങളാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് നമ്മളെ കറക്റ്റ് ട്രിഗർ ചെയ്യാണ്. ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഈ പറയുന്ന ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് പിതൃഭാവം, പക്വഭാവം, ശിവഭാവം 3 കഴിഞ്ഞ് 5 അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ കടവും ഈഗോഗ്രാമിലൂടെ നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടുകയാണ്. പിന്നെ വ്യക്തിഭാവത്തെ കറക്റ്റായിട്ട് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ, പിന്നെ വ്യക്തിഭാവത്തിന് വന്ന രോഗം പറയത്തില്ലേ, രോഗത്തിന്റെ സാധ്യത, പാത്തോളജി എന്ന് പറയും. അപ്പം ഈ ഈഗോ സ്റ്റേറ്റിന്റെ പാത്തോളജികളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ചില ടൂളുകൾ അവിടെയുണ്ട്. അത് വ്യക്തിഭാവം. അതുപോലെ വിനിമയ അപഗ്രഹം, നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? വളരെ സൗഹാർദ്ദപരമായിട്ടാണോ, അതോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തിരിച്ചു വരുന്ന രീതിയിലാണോ, അതോ ഒന്ന് പറഞ്ഞ് അടുത്ത് അടി നടക്കുന്ന രീതിയിലാണോ? ഇങ്ങനെ 3 രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ആ രീതിയിലുള്ള കോംപ്ലിമെന്ററി, ക്രോസ്ഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിനിമയ അപഗ്രഥനം. പിന്നെ വരുന്നത് ലൈഫ് പൊസിഷൻ ആണ്. നമ്മുടെ പൊസിഷൻ ഇപ്പൊ എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇത്ര പ്രായമായി, ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ലൈഫിനെ ഒരു ചതുരത്തിന്റെ 4 വശങ്ങളാക്കി തിരിച്ചു, അല്ലെങ്കിൽ 4 ക്വാഡ്രന്റ് ആക്കി തിരിച്ചുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു, എങ്ങനെ എനിക്ക് ഇതിനേക്കാളും ബെറ്ററായ പൊസിഷനിലേക്ക് പോകാൻ പറ്റും. അവിടെയും നമ്മൾ ഹുവാമൈ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ കൂടുതലായിട്ട് അറിയുകയാണ്, നമ്മൾ നമ്മളെ കൂടുതലായിട്ട്. അപ്പൊ അറിയുമ്പോൾ ആണ് നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കും. പിന്നെ സ്ട്രോക്കുകളാണ്. സ്ട്രോക്കുകൾ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നതാണ് അമ്മയുടെ ആ തലോടൽ, അല്ലെങ്കിൽ ടച്ച് സെൻസിറ്റീവ്നെസ് എന്ന് പറയും. ഇന്ന് അല്ലെ, പ്രായം കൂടുന്നതനുസരിച്ച് നഷ്ടപ്പെടുകയാണ്. കൂടുതൽ പ്രായത്തിലേക്ക് പോകുമ്പോൾ അത് ഇല്ലാതാകും അല്ലെ. അപ്പൊ അതെങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ നമുക്ക് സ്ട്രോക്ക് പിടിച്ചു മേടിക്കേണ്ടതാണ് അത്. കാരണം പലപ്പോഴും അത് നൽകാൻ സൗമനസ്യമില്ലാത്ത ചുറ്റുപാടുകളാണ് നമുക്ക് ചുറ്റും. പിടിച്ചു വാങ്ങണം. അതിനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് അതിന്റെ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പിന്നെ വരുന്ന സമയത്തിന്റെ ടൈം സ്ട്രക്ചറിങ്, സമയത്തിന്റെ വിനിയോഗം. നമ്മൾ ഏത് സമയവും ഏത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെലവഴിച്ചത്? പാസ്റ്റ് ടൈം ആയിട്ടാണോ, അതോ റിലീജിയസ് ആണോ, അതോ നമ്മൾ ഇന്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതാണോ? നമുക്ക് ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? എത്ര ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്? ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ അല്ലേ. ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എവിടെയാ? ഓരോ ഏരിയകളിലും, ലൈഫിന്റെ ഓരോ ഏരിയകളിലും ചില ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് സത്യത്തിൽ നമുക്കില്ല. ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാജയം. കാരണം അവിടെയാണ് ഇന്റിമസി എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ടൈം സ്ട്രക്ചറിന്റെ പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റിമസിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആണ്. കാരണം എനിക്ക് നോക്കാൻ ആളുണ്ട്, ചുറ്റുമുണ്ട്. നമുക്ക് പാർട്ട്ണറുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ചുറ്റുപാടുകളുണ്ട്, സമൂഹമുണ്ട്. ഇതിനാ ഇന്റിമസി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തലങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടു? എങ്ങനെ അതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ സൈക്കോളജിക്കൽ ഗെയിംസ്, മാനസിക കളികൾ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മുമ്പിൽ വരുന്ന ചില കളികൾ. ഈ കളികൾ ഡ്രാമ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് മനോഹരമായ സിസ്റ്റം ഉപയോഗിച്ച് നമ്മളെ അനലൈസ് ചെയ്യുമ്പോൾ അയ്യോ, നമ്മൾ ചെയ്ത് എത്ര മണ്ടത്തരമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ആ ഒരു തലം. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് സാധാരണക്കാരന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു തിയറിയുടെ പിൻബലത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ ഒരു ശാസ്ത്രമാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. അതിന് ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബുക്കിലേക്ക് പകർത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കണ്ടന്റ് നമുക്കറിയാം, മലയാളീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ എക്സ്പീരിയൻസും, കുറെ ക്ലാസ്സുകളുടെ എക്സ്പീരിയൻസും, ക്ലാസ്സിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും, പിന്നെ നമ്മൾ എപ്പോഴും ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചുറ്റുപാടുകൾ ഈ ഒരു കണ്ണോടുകൂടിയാണ്. നമുക്ക് നമ്മളെയും കാണാൻ പറ്റും,
നമ്മളെ ഇൻട്രാ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. എനിക്ക് തന്നെ ഒക്കെ കൃത്യമായിട്ട് അറിയാം, മറ്റുള്ളവരും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്രമാത്രം നമ്മൾ ക്ഷമ പാലിക്കുക, അഡൽട്ട് എന്ന് പറഞ്ഞ നേച്ചറിലേക്ക് വരണം. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ വിവേചിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് വേണം. നല്ല മെഡിറ്റേറ്റീവ് പവർ വേണം. സൈലൻസ് ഇമ്പോർട്ടന്റ് ആണ്. 1 മുതൽ 10 വരെ എണ്ണണമെന്ന് നമ്മൾ പറയും, അല്ലെ? ഒന്ന് മുറ്റത്തോടെ നടന്നേച്ചു വരും നമുക്ക് പറയാൻ ആലോചിക്കാന്ന് പറയും. അല്ലെങ്കിൽ സ്വല്പം സമയം തരൂ എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ മാറണം. എന്നിട്ട് ആ ഗ്യാപ്പ്, ഈ 2 പ്രശ്നങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടി, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പിന്റെ ഇമോഷണൽ കണ്ടന്റിനെ കുറച്ച് കൃത്യമായിട്ട് നമുക്ക് അവിടെ മനോഹരമായ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കും. അപ്പൊ ഇങ്ങനെയാണ് സാധാരണക്കാരന്റെ മനഃശാസ്ത്രം പോകുന്നത്. ശരിക്കും ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെ ഒരു തിയറിയുടെ ഒരു ചട്ടക്കൂടിലേക്ക് ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഈ ബുക്കിന്റെ എന്നല്ല, ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതിന് ഞാൻ എൻ്റെതായ രീതിയിൽ കുറെ വർഷത്തെ പഠിച്ചതിന്റെയും അതുപോലെ പഠിപ്പിച്ചതിന്റെയൊക്കെ എക്സ്പീരിയൻസിൽ ഞാൻ എൻ്റെതായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു ബുക്ക് പോലെ ആക്കിയെടുത്തു. പക്ഷെ ഇതിൻ്റെ അത് കുറവുകളുണ്ട്. ഇതൊന്ന് പലപ്പോഴും വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് വായിച്ച് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞവരുണ്ട് എന്നോട്. അപ്പൊ ഞാൻ അതിശയപ്പെട്ടു, ഇനി അതെങ്ങനെയാണ് അതിനെ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്യുക. തീർച്ചയായിട്ടും കുറച്ചൊക്കെ വേണമെങ്കിൽ ചുരുക്കാമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ. അപ്പോഴാണ് മനസ്സിലാവും ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. വളരെ പ്രശ്നമുള്ള ചിലർക്ക് ഈ ബുക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ ബുക്ക് വായിച്ചാൽ അതിനേക്കാളും വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് ബുക്കിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ രീതികൾ. അതുകൊണ്ട് തന്നെ ബുക്കിനെ പല രീതിയിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നാളെ ഞാനൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 hour ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ഫ്രൈഡേയും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും, അതുപോലെ തന്നെ ഈവനിങ് 8:30 ആണോ 9 ആണോ നോക്കുന്നില്ല, 9 മുതൽ 10 വരെ, അല്ലെങ്കിൽ 8:30 മുതൽ 10 വരെയുള്ള സമയത്ത് ഓരോ മണിക്കൂർ, 1.5 മണിക്കൂറിന്റെ സമയത്ത് ഏകദേശം ഒരു 10 മണിക്കൂർ ഏകദേശം ഈ പുസ്തകത്തെ ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് മനസ്സിലാക്കി തരാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം പറയാം, മാറ്റ്നി ഫ്രീ വെബിനാർ ഏകദേശം 1225 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒത്തിരി പ്രോഗ്രാം, പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഒക്കെ 60-ലധികം ക്ലാസ്സുകൾ ഞാനായിട്ടും ട്രാൻസാക്ഷൻ അറിയുന്ന വ്യക്തികൾ, വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അത്രമാത്രം എഫേർട്ട് എടുത്ത് ഏകദേശം 60-ലധികം ക്ലാസ്സുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ അതൊക്കെ പല പല സ്ട്രക്ചർ ആയിട്ട് കിടക്കുന്നത് ഓരോരോ വിഷയങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു ഫ്ലോ പോലെ പോകുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ല, എനിക്കൊരു ഓൺലൈൻ റെക്കോർഡഡ് ഏരിയയും എനിക്കുണ്ട്. ഒരു ആപ്പ് ബേസ്ഡ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഞാനിത് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഈ ടോപ്പിക് ചെയ്തിട്ടുണ്ട്. TA ഉണ്ട്, NLP ഉണ്ട്, ഇനിയഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻവ, PPT, ചക്ര മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെയ്ഡ് വേർഷനാണ്. 10, 500, 400, 300, 700 ഒക്കെ രൂപയ്ക്ക് അത് പെയ്ഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എന്നും പ്ലാറ്റ്ഫോമിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് അതിനുശേഷം ഇത്രയും സമയം കണ്ടെത്തുമ്പോൾ രാവിലെ വൈകുന്നേരം ഒരു 7 മണിക്ക് ഇരുന്നാൽ നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു സമയത്തായിരിക്കും. ഒത്തിരി സ്ട്രെയിൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അത് പ്രയോജനകരമാകുന്നു. എന്നാലും അങ്ങനെയുള്ള ക്ലാസ് എടുക്കുമ്പോഴും അത് റെക്കോർഡഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. 500 രൂപയാണ് ആ ക്ലാസ്സിന്റെ ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അത് ജോയിൻ ചെയ്യാം. ഞാൻ വാട്സപ്പില് ഇതിൽ ചാറ്റിലൊരു നമ്പറും ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അത് ജോയിൻ ചെയ്താൽ, ഇല്ലെങ്കിൽ ശശികല മാമിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ തരും. അപ്പൊ ഈ ഒരു ബുക്കിലെ പ്രത്യേകത ഇതിലാണ്, ഇതെല്ലാവരുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്, സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു മനഃശാസ്ത്രത്തിന്റെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതൊരു മനഃശാസ്ത്രത്തിന്റെ ഘടനയിൽ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും കൂടുതൽ സന്തോഷകരമായ ഒരു ലൈഫ് നമുക്ക് പരസ്പരം സാമൂഹികമായും ഫാമിലി തലത്തിലും അതുപോലെ തന്നെ നമ്മളോട് തന്നെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും ബുക്ക് വായിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിലൂടെ. ഒരു മിനിറ്റ്, ഞാൻ ഇതിന്റെ വില പറഞ്ഞു. ബുക്കിന്റെ വില 240 രൂപയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. 240 രൂപയാണ്. നിങ്ങൾ എനിക്ക് എന്റെ നമ്പറിലൊന്നും ഇടുവാണെങ്കിൽ ഞാൻ അത് അയച്ചു തരാം. പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നമ്മൾ ഫ്രീ ആയിട്ട് ഞാൻ 240 ചെയ്തു തരാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിലോ പറയാം. ഈ ടോപ്പിക് വളരെ വാസ്റ്റ് ആണ്.
സാർ ഒരു യെസ്. സംശയമേ, ആ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ ഈ സ്ക്രീനിൽ കാണുന്നതാണോ? ആ 9447 ഇല്ല, അതല്ല, വേറെ നമ്പറാണ്. ഞാനത് എനിക്ക് ഈ നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്തേക്കാമോ? ആ ഈ നമ്പറിലൊന്ന് ചാറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാനത് ഇട്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ? സാർ ആ Yes. നമ്പർ എനിക്കും കൂടി ഇട്ടേക്ക്. ഓക്കെ. യെസ്. ഈ അഥവാ ഇട്ടില്ലേലും എന്നെ നമ്പറിലൊന്ന് ചാറ്റ് ചെയ്തേക്കണേ. സ്ക്രീനിൽ സാറിന്റെ നമ്പർ തരുന്ന സാർ, അതായിരിക്കും എളുപ്പം. സാറിന്റെ സ്ക്രീനിൽ ഒന്ന് ഇട്ടിരുന്നാലേ. സ്ക്രീനിൽ ഇട്ട ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ എനിക്കത് ആരെ പേ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ക്ലാസ് ടൈം ആകുമ്പോഴത്തേക്ക് ആ സമയത്തേക്കായിരിക്കും പേ ചെയ്യുന്നത്. അപ്പൊ ഞാനത് ബുദ്ധിമുട്ടിലായി പോകും. ക്ലാസ്സും എടുക്കണം, ആ ലാസ്റ്റ് സമയത്തല്ലേ ഇത് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ നമ്പറിലൊന്ന് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി എല്ലാവരെയും കറക്റ്റ് ആയിട്ട് പുതിയ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് എളുപ്പമാണ്. സാറേ, ഞങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയില്ലേ? സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, തീർച്ചയായും മതി മതി. എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. യെസ്. അല്ല, അപ്പൊ നമ്പർ ഒന്ന് പറയുകയാണെങ്കിലും ഞാൻ എഴുതിയെടുക്കായിരുന്നു. അല്ല, എന്റെ ബേസ് നമ്പർ ഇതാണ്. മറ്റേ ഗൂഗിൾ പേ നമ്പർ പറയണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒന്ന് പറയാവോ? 9400227778. ഒന്നും കൂടെ. സാർ ഒന്നുകൂടെ സ്പീഡ് കുറച്ച്. പറഞ്ഞുതരാം. ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 9400227778. ഡോക്ടർ സാബു കേരളം എന്നായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് ഓൺലൈൻ വഴി ഞാൻ പറഞ്ഞ രീതിയിലും കയറാം. അങ്ങനെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഇതിന്റെ ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിനും കുഴപ്പമില്ല. അതിന് ഏകദേശം ഇതേ ഫീസ് തന്നെയാണ്. അവിടെ ജോയിൻ ചെയ്തിട്ട് അത് നമുക്ക് ഓൺലൈനിൽ കാണുകയും ചെയ്യാം, ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതിനും കുഴപ്പമില്ല, അങ്ങനെയും വേണം ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളോടൊക്കെ ചോദിക്കും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പഠനമാണത്. സൈക്കോളജിയിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പഠനം എന്ന തലത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും നമ്മൾ കൗൺസിൽ ചെയ്യുകയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിഷയം. ഇതല്ലാതെ നമ്മൾ NLP ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും അതിനേക്കാളൊക്കെ വളരെ സിമ്പിൾ, ഒരു സാധാരണക്കാരന് ഇത്ര അനുയോജ്യമായിട്ടുള്ള ഒരു പഠനം ഇത്ര മനോഹരമായിട്ട് എറിക് ബേൺ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേറെ ഒന്നുമില്ല. ഇത് വിഷ്വലൈസേഷനൊക്കെ ആവശ്യമുണ്ട്. ബാക്കി ഇപ്പൊ നമ്മൾ NLP എടുക്കുന്നു, അതിനൊക്കെ വിഷ്വലൈസേഷൻ, ഹിപ്നോസിസ് ഒക്കെ ആവശ്യമുണ്ട്. ഇതിനൊന്നും വേണ്ട, ഒരു വിഷ്വലൈസേഷൻ വേണ്ട. നമ്മൾ പുറകോട്ട് നോക്കിയിട്ട് നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ശരിയല്ലെങ്കിൽ ഒന്ന് മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ സംഗതി പെട്ടെന്ന് എന്തൊക്കെ സാറാ ബുക്ക് തുടങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബുക്ക് മനസ്സിലാവും അല്ലേ? ഇരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈഗോഗ്രാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈഗോഗ്രാമില് നമ്മള് ഈ 5 എണ്ണത്തിൽ കൂടെ 9 ക്വസ്റ്റ്യൻ അല്ലേ, 8 ക്വസ്റ്റ്യൻ, 40 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ 40 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ അറിയാം. അവിടെ നമുക്ക് നമ്മളോട് നുണ പറയാൻ പറ്റത്തില്ലല്ലോ, മറ്റുള്ളവരോടല്ലേ നമ്മൾ നുണ പറയും. അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ തന്നെ നമുക്ക് ചേഞ്ച് വന്നു. ആ ചേഞ്ച് ഒരാൾ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ആ ചേഞ്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോഴത്തെ അങ്ങനെയല്ലേ, അപ്പൊ നമ്മളൊരു മുമ്പിൽ നിൽക്കുന്ന ആള് മോശമാണെങ്കിൽ നമ്മൾ മോശമെന്ന് പറയാറില്ലല്ലോ, ചിരിച്ചു കാണിക്കും, ഓക്കെ ആന്ന് പറയും, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പോകുന്നത്. ഇതങ്ങനെയല്ല, ഇത് സെൽഫ് ഡ്രിവൺ ടൂളാണ്. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഈ പോകുന്ന പോക്ക് ശരിയല്ല. പിന്നെ കറക്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പെട്ടെന്ന് മാറും. അത്ര സിമ്പിളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാവരും അറിയണമെന്ന് വിചാരിച്ച് ഏകദേശം 3-4 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വലിയൊരു എഫേർട്ട് എടുക്കും. ഒത്തിരി ആളുകൾ മനസ്സിലാക്കി, ഒത്തിരി പേര് ക്ലാസ്സുകൾ കടന്നുപോയി. അതിനാണ് ഇത്രയും പ്രോഗ്രാംസ് നമ്മളിങ്ങനെ ഓൺലൈനിൽ ചെയ്തിടുന്നത്. മനസ്സിലാക്കണം എല്ലാവരും, അപ്പൊ തന്നെ ലൈഫിൽ ഒരു മാറ്റം വരും. യെസ്, സൈനബ മാം പറയൂ. സാർ, ഈ ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണോ സാറിന്റെ 10 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ആണോ? അല്ല, ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ. ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ അല്ലെ? ഏതാ ടൈം? 8 to 9 വരെയാ? 8 അല്ലെങ്കിൽ 9, 10 മണി, മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ. അത് 10 മണിക്കൂർ എന്നാ ഉദ്ദേശിച്ചത്. 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടോട് ക്ലാസ് എടുക്കുമ്പോൾ 2 സംശയം ചോദിക്കും. ക്ലാസ് ഒക്കെ നീണ്ടുപോകും. ക്ലാസ് ഇതിന്റെ പ്രത്യേകത. അല്ലാതെ എല്ലാ ആഴ്ച ഏത് ദിവസം സാറ്? കറക്റ്റ് ഒരു ദിവസമാണോ? ഈ ദിവസം വെള്ളിയാഴ്ച മാത്രം. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കുണ്ട്. 4 മുതൽ 5 മണി വരെ ഉണ്ട്. 2 ബാച്ച്.
പിന്നെ അതുപോലെ 8:30 മുതൽ ഈ ക്ലാസ്സിൽ റെക്കോർഡ് അവൈലബിൾ ആണോ? തീർച്ചയായും തീർച്ചയായും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ റെക്കോർഡ് അവൈലബിൾ ആണ്. പിന്നെ തീർച്ചയായിട്ടും അവൈലബിൾ ആണ്, തീർച്ചയായും. സാറേ ഒരു സംശയം. ആ. ഈ ക്ലാസ്സിലെ 5 തൊട്ട് 6 വരെ എന്നും പിന്നെ 9 തൊട്ട് 10 വരെ ഉണ്ടോ? ആ. അപ്പൊ നമുക്കിപ്പോ ചില ദിവസങ്ങളിൽ 5 തൊട്ട് 6 വരെ കയറാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസം 9 തൊട്ട് 10 വരെ കയറാൻ പറ്റുമോ? രണ്ടിലും കയറിക്കും, നോ പ്രോബ്ലം. ഏത് ക്ലാസ്സിലും കയറിക്കും. അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്, അതും കാണാം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ പൊതുവെ എല്ലാ ക്ലാസ്സിലും 2 ഇതായിട്ട് എടുക്കുന്നത്. ഒരു പകൽ ഒരു ക്ലാസ്, ഈവനിങ് ഒരു ക്ലാസ്, നൈറ്റ് ക്ലാസ്. 2 പേർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറാം. 2ലും കയറണം. ഏത് ദിവസം സാറ് തുടങ്ങണേ? എന്നാ തുടങ്ങുന്നത്? നാളെയാ? ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്റെ പേര് ഏകദേശം 9:30 ഓക്കെ. അപ്പം ഇമോഷണൽ ബാലൻസിംഗ് ക്യാമ്പിന്റെ ഭാഗമായിട്ട് ബുക്ക് റിവ്യൂ, ഞാൻ ശരിക്കും ബുക്ക് റിവ്യൂ ചെയ്തില്ല, ശരിക്കും ശശികല മാം തന്നെയാണ് അത് കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതാ ചോദിച്ചത്, എത്ര സമയമൊക്കെ എടുക്കും, നമ്മൾ എങ്ങനെ ഇത് പറഞ്ഞൊപ്പിക്കും, ഇത്ര നീളത്തിലുള്ള ടോപ്പിക്ക് എങ്ങനെ ഇതിൽ കൺസൈസ് ആക്കും? അപ്പൊ മാം അത് കൃത്യമായിട്ട് മനസ്സിൽ സ്പർശിച്ച എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. എന്നെ സംബന്ധിച്ചും അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷെ മാം അത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. വളരെ സന്തോഷം, കാരണം ബുക്ക് ആഴത്തിൽ വായിച്ചു എന്നുള്ളതാണ്, അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വളരെ വളരെ സന്തോഷം. സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. ഞാൻ എപ്പോഴും ഓരോരുത്തരെ ബിഹേവിയർ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അടുത്ത ജന്മം ഒരു PhD എടുക്കാൻ കഴിയുകയാണെങ്കിൽ ബിഹേവിയർ ഒരു PhD എടുക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും. ഞാൻ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പഠിച്ചതിന് ശേഷം എപ്പോഴും ഒബ്സർവ് ചെയ്ത് എവിടെ കിട്ടിയാലും ഞാനിത് നോക്കും. ഇപ്പൊ സാറിന്റെ ബുക്കിലൂടെ കടന്നു പോയപ്പോൾ അത് വളരെ മനോഹരമായി തരുന്നത്. ആ ഹുവാമയൊക്കെ എനിക്ക് വളരെയധികം, നമ്മുടെ 2 ശരികളുടെ ആ ഒരു സമവായമാണ് ഒരു വലിയ ശരി. നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ എത്ര കോൺഫ്ലിക്റ്റാ മാറുന്നത്. അതെ, തെറ്റുകളില്ല, 2 ശരിയാണ്. അതെ, 2 പെർസ്പെക്റ്റീവ് ആണെന്ന് മാത്രം. അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും തീരും. പക്ഷെ അത്ര ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, സമയമില്ല. അതിനു മുമ്പേ അടുത്ത റെസ്പോൺസ് ആയി, റിയാക്ഷൻ ആയി. ചിന്തിക്കാനുള്ള ഗ്യാപ്പ്, അത്രയും ചിന്തിക്കാനുള്ള ഒരു ക്ഷമ നമുക്കില്ല. ആ ക്ഷമയിലേക്ക് തിരിച്ചു വരിക, അവിടെയാണ് നമ്മളെ അറിയുക എന്ന് പറയുന്നത്. മോശമാണ്, പോകുന്ന വഴി ശരിയല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അത് സ്വല്പം ആഴത്തിൽ അറിയാൻ ശ്രമിച്ചാൽ ഒന്നുമില്ലേലും പ്രശ്നങ്ങൾ വരുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് കൗൺസിലിംഗിന് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് സാറേ. കൗൺസിലിംഗ് രംഗത്ത് ഏറ്റവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ വരികളിലൂടെ പലതും വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന ഒരു വലിയ മെത്തഡോളജിയാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കൽ ടൈമും ഇതിനകത്തില്ല. അതെ, ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഇനിയോഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ള മനസ്സിലാക്കും. അതെ, അവിടെ നമുക്ക് മാറാൻ പറ്റും. ഞാൻ ഈ സ്റ്റേജിലാണ്, അപ്പൊ ഞാൻ എന്ത് മാറ്റം വന്ന് സ്വയം മാറാൻ പറ്റും. സാറിന്റെ ഈ പുസ്തകം, പുസ്തക റിവ്യൂ കേട്ടപ്പോൾ തന്നെ ആ പുസ്തകം വായിച്ചതുപോലെ തോന്നി. സാറ് ഇത്രയും വിശാലമായ രീതിയിൽ മനസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകം വളരെയേറെ പ്രയോജനകരമാണ്. സാധാരണക്കാരന് വളരെയേറെ പ്രയോജനകരമായ ഒരു മനഃശാസ്ത്രം തന്നെയാണ് സാറ് രചിച്ചിരിക്കുന്നത്. സന്തോഷം സാറിന്, എല്ലാ ഭാവങ്ങളും. സാറിന് സാറിന് ഒരു കൺഗ്രാറ്റുലേഷൻ ആൻഡ് അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ടെ. സാബു സാറിനും അതുപോലെ തന്നെ ശശികല മാഡം അത് അവതരിപ്പിച്ചതിനും വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒരു പുസ്തകം എഴുതുമ്പോഴാണ് ആ സബ്ജക്റ്റിലുള്ള ഡെപ്ത് മനസ്സിലാകുന്നതും പഠിക്കുന്നതും. സാർ ഒരു മാസ്റ്റർ ആയി പോയി ഇതില്, ഈ സബ്ജക്റ്റിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനു വേണ്ടി എത്രയോ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കും. മാത്രമല്ല വർഷങ്ങളോളം അത് എഴുതി റിപ്പീറ്റേഷൻ, അതായത് അതിന്റെ കറക്ഷന് വേണ്ടി റീറൈറ്റിംഗ് നടത്തി 2 വർഷം ആകുമ്പോൾ സാർ അതിന്റെ മാസ്റ്റർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു PhD സാറിന് ഈ വിഷയത്തില് അവാർഡ് ചെയ്യാനുള്ള ഒരു തിസീസ് മാതിരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കണം, നിർത്തരുത്. ഇനിയും പുസ്തകങ്ങൾ എഴുതണം. ഇത് ലളിതമാക്കിയിട്ട് ഇതോ അല്ലെങ്കിൽ ഇതിനനുബന്ധമായ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കണം.
എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഈ സാധാരണക്കാരന്റെ ടൈറ്റിൽ കുറെ പുസ്തകങ്ങൾ വരുന്നു. സാധാരണക്കാരന്റെ മനഃശാസ്ത്രം, സന്തോഷം, ഇങ്ങനെ കുറെ ബുക്കുകൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു. യെസ്, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഹസൻ പറയൂ. നമസ്കാരം ഹസൻ സാർ, പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കുന്നില്ലല്ലോ. വേറെ ആർക്കെങ്കിലും ഈ മനഃശാസ്ത്രത്തിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റോക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്, അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കാം. സാർ നമസ്കാരം. നമസ്തേ സാർ. ഗ്രന്ഥകാരനായ സാബു സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അത് മനോഹരമായി അവതരിപ്പിച്ച ആ പുസ്തകത്തിന്റെ സമ്മറി പറഞ്ഞു തന്ന ശശികല മാമിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പറയാതെ വയ്യ, വർഷങ്ങളായി അടുത്തറിയുന്ന സാബു സാർ, അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിന്റെ പ്രതീകമാണല്ലോ ഈ 1200-ലധികം ക്ലാസ്സുകൾ ഇങ്ങനെ സൗജന്യമായി നടത്തിയത്. ഒരുപക്ഷെ നമ്മുടെ അറിവിൽ, നിങ്ങളുടെ ആരെങ്കിലും അറിവിലുണ്ടോ എന്ന് എൻ്റെ അറിയില്ല, എൻ്റെ അറിവിൽ മറ്റൊരാളും ഇങ്ങനെ സൗജന്യമായി നടത്തിയവരും ഇതുണ്ടാകും എന്ന് തോന്നുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടു പരിചയപ്പെട്ടപ്പോൾ പലപ്പോഴും ഞാനും ചോദിച്ചിട്ടുണ്ട്, സാറ് ഒരു പുസ്തകം എഴുതാത്തതിൻ്റെ, പ്രത്യേകിച്ച് ഈ ടിയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സാറ് പറയും, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കഠിനമായ ശ്രമമാണ്. തുടർച്ചയായ പരിശ്രമം, അതിൻ്റെ പരിസമാപ്തിയിൽ രൂപപ്പെട്ടതായിരുന്നു. വാസ്തവത്തിൽ എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കൽ ടിയെ കുറിച്ച് ഇങ്ങനെ വിലയിരുത്തി, നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ ഇതിനേക്കാൾ വലിയ എയർ കണ്ടീഷണർ വേറെ ഇല്ല. കാരണം ജീവിതത്തിൽ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടപ്പോൾ മുതൽ വിനിമയമാണ് ജീവിതം എന്ന് പറയുന്നത്. അമ്മയോട് ആദ്യം വിനിമയം തുടങ്ങിയത് അവസാന നിമിഷത്തിൽ നമ്മൾ ഈ പ്രകൃതിയോട് ഒന്ന് വിലപേശി അവസാന യാത്രയാകുന്നിടം വരെ നമ്മൾ ഈ വിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. ഈ വിനിമയ അപഗ്രഥനമാണ്, ജീവിത അപഗ്രഥനമാണ് ഈ സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം. ആഴത്തിൽ പഠിച്ച് അത് ആഴവും പരപ്പും ശശികലാമാമും സാറും അത് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലാകുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സാധാരണക്കാരൻ്റെ എന്ന് പറയുന്നത് പരിപൂർണമായി ശരിയാണ്. ഫ്രോയിഡ് വളരെ സങ്കീർണമായ വാക്കുകൾ ഉപയോഗിച്ച് മനഃശാസ്ത്രത്തെ പറഞ്ഞപ്പോൾ ഒത്തിരി വിവാദങ്ങൾക്ക് ഇടകൊടുത്തു, ചില അതിപ്രസരങ്ങളുടെ പേരിൽ. അതുപോലെ തന്നെ സാധാരണക്കാരൻ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വന്നു. ഫ്രോയിഡിൻ്റെ തന്നെ സഹചാരിയായിട്ട് അയാളുടെ ആ പ്രമാണങ്ങളിൽ തന്നെ തുടർന്ന ആളാണ് എറിക് ബേണും. പക്ഷെ പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞതാ ഇതിനേക്കാൾ കുറെ കൂടെ ശരിയായ ഒരു പദ കണ്ടത് തന്നെ അതാണ്. അതിന്റെ തുടർച്ചയാണ്, ആ വിശകലനത്തിന്റെ തുടർച്ചയാണ്. അതിൽ നിന്ന് വളരെ ക്ലാരിറ്റി ഉള്ള വിധത്തിൽ ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ 960 മറ്റോ എഴുതിയ ആ രൂപം, ആ ശാസ്ത്ര സത്യം വളരെ സിമ്പിളായിട്ട് ക്യാപ്സൂൾ ഫോമിലാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞത്. ഇത് ഭയങ്കര അന്തസത്ത ഉൾക്കൊള്ളുന്ന, ഭയങ്കര സാരാംശം ഉൾക്കൊള്ളുന്ന, എല്ലാം സാധാരണക്കാരന് മനസ്സിലാകാവുന്ന ഒരു ചെറിയ പുസ്തകമായിട്ടാ ഞാൻ അതിനെ കാണുന്നത് കേട്ടോ. വലിയ പുസ്തകമാണ്, പേജുകളുടെ എണ്ണത്തിൽ കണ്ടൻസ് ഒന്നും അധികമൊന്നും ഇല്ല അതിനകത്ത്. അതിനേക്കാളും വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും സാരാംശം ഉൾക്കൊള്ളുന്ന ഇത്രയും ചെറിയ ഒരു പുസ്തകം ഉണ്ടെന്ന് ടിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും പല പുസ്തകങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് വണ്ടർഫുൾ. സാറേ, പ്രത്യേകം അഭിനന്ദനങ്ങൾ. സർവേശ്വരനെ ഇനിയും അനുഗ്രഹിക്കട്ടെ. ഇത്തരം സേവനം ഇനിയും തുടരാൻ ശക്തിയും കഴിവും ബുദ്ധിയും അറിവും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായി തീരട്ടെ. ആത്മാർത്ഥമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. തീർച്ചയായും വളരെ സന്തോഷം. സാറിന്റെ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും സൂര്യന്റെ തിളക്കത്തിന്റെ ഒന്നോടെ മാറ്റി കൂട്ടിയ ദിവസമായിരുന്നു ഇന്ന്.
ഇന്ന് ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ അത് വളരെ നഷ്ടമായിപ്പോയേനെ ശരിക്കും. നമ്മുടെ സാബു സാർ ഇന്നങ്ങ് എന്താ പറയുന്ന മുകളിലേക്ക് അങ്ങ് കുതിച്ചു കയറുന്നു. ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ ഡിസംബർ 25 തീയതി പബ്ലിഷ് ചെയ്തതാണ്. നമ്മളിങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് അതിന്റെ വിശകലന ഇവിടെ ഓക്കെ, ഹസൻ സാർ എന്നൊക്കെ പറയുന്നു. റിയാസ്, പ്രവീൺ, രാജേഷ് വയനാട്. ഓക്കെ അപ്പം അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. സർ, താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഞാൻ ഇന്നാണ് ഈ ബുക്കിനെ കുറിച്ച് അറിയുന്നത്. എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കും, ഞാൻ അയച്ചു തരാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയക്കണ്ട, ഞാനത് ഇട്ടോളാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഏതായാലും ബുക്ക് വായിക്കണം എന്തായാലും. അല്ല, സാറിന് അങ്ങനെ ഏതായാലും നല്ലൊരു ഇൻസ്പിറേഷൻ ആകട്ടെ. ഏതായാലും ഇത് വെച്ച് തന്നെ ഞങ്ങള് കുറെ 2-3 വർഷമായി സാറിന്റെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏതായാലും കൊറേ ഇത് 1000 ആകുമ്പോ നമ്മള് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. 1000ന്റെ ആഘോഷം നമ്മള് ഒരു വീട് വെച്ച് കൊടുക്കും. കാരണം നമ്മള് ഇച്ചിരൂടെ ക്രിയാത്മകമായി ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. നമ്മൾ ആഘോഷിച്ച് എല്ലാവരുടെ സഹായത്തിൽ ഒരു വീട് നമ്മള് മെയിൻ്റനൻസ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതൊക്കെ ഞാനൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് അത് കൂടുതൽ സന്തോഷം അതാണെന്ന് നമുക്ക് തോന്നി. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ സാർ, താങ്ക് യു. Thank you. താങ്ക് യു വെരി See you and good night. Thank you, Shashikala ma'am, once again. Thank you. Yes, sir, thank you.